ബാലചന്ദ്രൻ ഇറങ്ങി വരുന്നത് നോക്കി എല്ലാവരും കാത്തിരിക്കുകയാണ്. വൈജയന്തിയുടെ ബന്ധുക്കളെല്ലാവരും എത്തിയിട്ടുണ്ട്. ബാലചന്ദ്രൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ബാലചന്ദ്രൻ താഴെ എത്തിയിട്ട് എന്താണ് വിശേഷം, എന്താണ് എല്ലാവരും കൂടി വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാജീവന് ദേഷ്യം വന്നിട്ട്, നീ എന്താണ് ബാലചന്ദ്ര ഞങ്ങളെ പൊട്ടന്മാരാക്കുകയാണോ, നിനക്കറിയില്ലേ എന്തിനാണ് ഞങ്ങൾ വന്നതെന്ന് അറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ ആരെയാണ് പൊട്ടനാക്കാൻ നോക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ബാലചന്ദ്രൻ പറയുന്നു, നിൻ്റെ ചേട്ടനെ, ഈ കൈതക്കൽ മാളിക വീട്ടിലെ എല്ലാവരെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ അവർ തമ്മിൽ ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇവരോട് ചോദിച്ചു നോക്കണം അലീന ചെയ്ത തെറ്റെന്താണെന്ന് ചോദിച്ചു നോക്കണം. ഇവർക്ക് ആർക്കും അലീനയുടെ ഒരു തെറ്റ് പോലും പറയാനില്ല. നിങ്ങൾ ആദ്യം വൈജയോട് ചോദിച്ചു നോക്കൂ എന്ന് പറയും. അപ്പോൾ വൈജ പറയുന്നു, അലീനയുടെ ഓവർ കെയറിങ് എനിക്ക് ഇഷ്ടമില്ല. അവൾ എന്തിനാണ്, എനിക്ക് എൻ്റെ വീട്ടിൽ ഇത്രയും വൃത്തി വേണ്ട, ഇത്രയും അടുക്കും ചിട്ടയും വേണ്ട, ഭക്ഷണത്തിന് ഇത്രയും രുചി വേണ്ട, എനിക്കൊരു ജോലിക്കാരിയെ മാത്രം മതി, വീട്ടുകാരിയെ വേണ്ട. അവൾ എല്ലാവരുടെയും കാര്യത്തിൽ അമിതമായിട്ട് ഇടപെടുന്നു, ഇതൊന്നും എനിക്ക് ഇഷ്ടമില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ വൈജയന്തി എന്തൊക്കെയോ വെറുതെ ഓരോ കുറ്റം പറയുന്നു. അടുത്ത് ബബിതയോട് ചോദിക്കുമ്പോൾ ബബിതയും അങ്ങനെയാണ് പറയുന്നത്, അമ്മയ്ക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് എനിക്കും ഇഷ്ടമില്ല, എനിക്ക് അവളെ കാണുന്നത് ഇറിറ്റേഷനാണ് എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞിട്ട് രോഹിത്ത് പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും എനിക്കും ഇഷ്ടമില്ല, എനിക്ക് അലീന ഉപകാരമില്ല ഉപദ്രവവും ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ ബാധ്യതൻ ചോദിക്കുന്നു, നിനക്ക് അലീന ഒരു ഉപകാരവും ചെയ്തിട്ടില്ലേ, നീ ഇപ്പോൾ സെൻട്രൽ ജയിലിൽ കിടക്കാതെ ഇപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് അലീനയുടെ ഔദാര്യം കൊണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവരോടും പറയുന്നു, എൻ്റെ മക്കളായതുകൊണ്ട് ഇവർക്ക് അലീനയോടുള്ള ദേഷ്യത്തിൻ്റെ കാരണം ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നില്ല എന്ന് പറയുന്നുണ്ട്. ബാലചന്ദ്രൻ കുറിക്ക് കൊള്ളുന്ന കാര്യങ്ങളാണ് പറയുന്നത്. വൈജയന്തിയുടെ കാര്യങ്ങൾ പറയുന്നു. ഈ വൈജയന്തി എൻ്റെ ഏത് ആഗ്രഹമാണ് സാധിച്ചു തന്നിട്ടുള്ളത്, ഇത്രയും നാൾ അവളുടെ ആഗ്രഹങ്ങൾ മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ നടത്തി തരാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു, നീ എന്താഗ്രഹമാണ് നടത്തി തന്നിട്ടുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രൻ തന്നെ പറയുന്നുണ്ട്, രോഹിത്തിനെ എനിക്കൊരു കോഴ്സ് പഠിപ്പിക്കാൻ ഇഷ്ടമായിരുന്നു, പക്ഷേ വൈജയന്തിക്ക് ഇഷ്ടമില്ലായിരുന്നു. രോഹിത്തിനും ഞാൻ പറഞ്ഞ കോഴ്സ് തന്നെയാണ് പഠിക്കാൻ ഇഷ്ടം, പക്ഷേ വൈജയന്തിയുടെ വാശിക്ക് മുന്നിൽ അവൾ പറഞ്ഞ കോഴ്സ് പഠിച്ചു. അതുപോലെ ബബിതയെ എനിക്ക് മെഡിസിൻ വിടാനായിരുന്നു ആഗ്രഹം, അവൾക്കും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ വൈജ പറഞ്ഞു അവൾ ഡിഗ്രിക്ക് പോയാൽ മതിയെന്ന് പറഞ്ഞിട്ട് അവൾ ഡിഗ്രിക്ക് വിട്ടു. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇന്ന് വരെയുള്ള ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും വൈജയന്തി പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ, അവളുടെ വാശി മാത്രമേ വിജയിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ രാജീവ് പറഞ്ഞു, നീ അതൊക്കെ ഇപ്പോൾ പറയുന്നത് എന്തിനാണ്, അതൊക്കെ അപ്പോൾ പറയേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും, എനിക്ക് പറയാൻ മനസ്സില്ലായിരുന്നടാന്ന് പറയുന്നു. എന്നിട്ട് രാജീവൻ പറയുന്നു, നീ ഞങ്ങളെ മണ്ടന്മാരാക്കണ്ട, നിനക്ക് അലീന ഇവിടെ താമസിപ്പിക്കുന്നത് വേറെ ഉദ്ദേശത്തിലാണ് എന്ന് പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിൽ അലീനയും ബാലചന്ദ്രനെയും കുറിച്ച് പറയുന്നു. അപ്പോൾ ബാലചന്ദ്രന് ദേഷ്യം വന്നിട്ട് അവൻ്റെ ചെകിടടിച്ച് പൊട്ടിക്കുന്നുണ്ട്. രാജീവിന് നല്ല അടി കിട്ടിയിട്ടുണ്ട്. രാജീവ് അങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്. എല്ലാവരും ഷോക്കായി. രാജീവൻ പിന്നെ എന്താ പറയാൻ വന്നപ്പോൾ ഓടി വന്ന് ശിവേട്ടൻ രാജീവിനെ തടഞ്ഞു. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇനി എൻ്റെ ഇഷ്ടം മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ, ഞാനാണ് ഇവിടുത്തെ രാജാവ്, ഞാൻ വച്ച വീട്ടിൽ, ഞാൻ കരം കൊടുക്കുന്ന വീട്ടിൽ എൻ്റെ ആഗ്രഹം മാത്രമേ നടക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ കയറി പോവുകയാണ്. എന്നിട്ട് തിരിഞ്ഞു നിന്ന് പറയുന്നുണ്ട്, ഇനി അലീനയുടെ കാര്യം പറഞ്ഞുകൊണ്ട് അലീനയെ പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരെണ്ണം എൻ്റെ വീട്ടിൽ കയറി പോകരുത് എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അകത്തേക്ക് കയറിപ്പോയി. അകത്ത് നിന്ന് വാതിൽ മുട്ടി അലീനയെ വിളിച്ചു. അലീന പേടിച്ച് വന്ന് വാതിൽ തുറന്നു നോക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നു, ഒന്നും പേടിക്കേണ്ട, എല്ലാം കഴിഞ്ഞു, വിചാരണ എല്ലാം കഴിഞ്ഞു, ഞാൻ നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അവളെ ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ താഴെ വൈജയന്തി ശിവേട്ടനോട് ദേഷ്യപ്പെടുകയാണ്. എന്തൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് വന്നത്, ഇത് കഴിഞ്ഞോ, നിങ്ങളുടെ സംസാരം എല്ലാം കഴിഞ്ഞോ, ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്, അവളെ വലിച്ചഴച്ച് പുറത്താക്കും എന്നൊക്കെയല്ലേ പറഞ്ഞത്, ഇപ്പോൾ എന്താ എല്ലാം കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശിവേട്ടൻ പറയുന്നു, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങൾ പറയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞില്ലേ, ബാലേന്ദ്രൻ ഇങ്ങനെ ഒരു കാണ്ടാമൃഗത്തിനെ പോലെ മാറിപ്പോയെന്ന് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, നീ ഒരു കാര്യം ചെയ്യും, നമുക്ക് നിയമത്തിൻ്റെ വഴിക്ക് നീങ്ങാം, നീ അലീനയെക്കുറിച്ചൊരു കംപ്ലൈൻറ്റ് സ്റ്റേഷനിൽ കൊടുക്കും, അലീന ഒരു മോശപ്പെട്ട പെൺകുട്ടിയാണ്, അങ്ങനെ അവൾ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ കുടുംബ ജീവിതം തകർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കൂ, അപ്പോൾ കോടതിയിലെത്തട്ടെ കേസ്, അങ്ങനെ നമുക്ക് നിയമത്തിൻ്റെ വഴിയിലൂടെ നീങ്ങാം എന്നൊക്കെ പറയുന്നു. അപ്പോൾ എല്ലാവരും പറയുന്നു, അത് വളരെ നല്ല ഐഡിയ ആണ് എന്നൊക്കെ പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുമ്പോൾ കൃഷ്ണമോൾ സ്കൂൾ വിട്ട് വരികയാണ്. കൃഷ്ണമോൾ വന്നപ്പോൾ എല്ലാവരും പരിചയപ്പെട്ടു.
കൃഷ്ണമോളോട് പറയുന്നതാണ് ഇത് രാവുണ്ണി അമ്മാവൻ്റെ മകനാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പോയി അലീനയെ വിളിച്ചിട്ട് വരാം, ഇവർക്കൊക്കെ അലീനയെ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൃഷ്ണമോൾ അലീനയെ വിളിക്കാൻ മുകളിലേക്ക് കയറിപ്പോയി. അപ്പോൾ ശിവേട്ടൻ വൈജയന്തിയെ സമാധാനിപ്പിക്കുകയാണ്. ഇതെന്താണെന്ന് അറിഞ്ഞിട്ട് മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ, അലീനയെ ഇവിടുന്ന് പുറത്താക്കിയിട്ട് മാത്രമേ ഞങ്ങൾ തിരിച്ചെത്തി പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി സമാധാനിപ്പിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു.